നമസ്കാരം, സക്സസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും കൂടുതൽ കാട വളർത്തുന്നവരാണെങ്കിലും കോഴി വളർത്തുന്നവരാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് മാർക്കറ്റിംഗ് ആണ്. ഈ കാടമുട്ടയിൽ കാടകൃഷിയിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതിൻ്റെ നമ്മുടെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളായിട്ട് അതിനെ മാറ്റി നമുക്കത് മാർക്കറ്റ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാമെന്ന്. അതിൻ്റെ ആദ്യപടിയായിട്ട് നമുക്ക് കാടമുട്ട എങ്ങനെ നമുക്കൊരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ട് മാറ്റി നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ഇതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. നമുക്ക് കാടമുട്ട നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്കതിനെ ഉണ്ടാക്കി അതിനൊരു അച്ചാറാക്കി മാറ്റി നമുക്കതിനെ മാർക്കറ്റ് ചെയ്യാൻ എങ്ങനെ കഴിയും. നമുക്കിപ്പോൾ ഒരു 50 മുട്ട നമുക്ക് എടുത്തിട്ടുണ്ട്. ഈ 50 മുട്ടയുടെ ഒരു കാടമുട്ട അച്ചാർ നമുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു രീതിയും കാര്യങ്ങളുമൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇത് മാക്സിമം നമ്മൾ സാധാരണ അച്ചാറുകൾ വളരെ നാൾ കേടുകൂടാതെ ഇരുന്നാൽ മാത്രമേ നമുക്കിതിന് മാർക്കറ്റ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള ടിപ്സുകളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാം. അതിനെങ്ങനെയാണ് നമുക്ക് ഇത്രയും പൂപ്പൽ പിടിക്കാതെയും വളരെ നാൾ ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് കടകളിലാണെങ്കിലും നമുക്കൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. നമുക്കിപ്പോൾ ഓരോ അച്ചാറിനും നമുക്ക് സാധാരണ കഴിയുന്ന അച്ചാറിനൊക്കെ നമുക്ക് 1 വർഷത്തെ എക്സ്പയറി ഡേറ്റ് ആണുള്ളത്. പക്ഷേ നമുക്ക് കാടമുട്ട അച്ചാറിന് നമുക്ക് 1 മാസത്തെ എക്സ്പയറി ഡേറ്റ് കൊടുക്കാൻ കഴിയില്ല. നമുക്കൊരു 60 ദിവസത്തെ എക്സ്പയറി ചെയ്യാൻ കഴിയും. 60 ദിവസത്തെ എക്സ്പയറി എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് വേറെ ഒരു സാധനവും ആർട്ടിഫിഷ്യലായിട്ട് ചേർക്കാതെ ഒരു രാസപദാർത്ഥങ്ങളും ചേർക്കാതെ തന്നെ നമുക്കൊരു 60 ദിവസം വരെ നമുക്കിത് ഒരു കേടുകൂടാതെയും 60 നമുക്കൊരു 90 ദിവസം വരെയൊക്കെ ഇരിക്കും. പക്ഷേ നമുക്കൊരു 60 ദിവസത്തെ എക്സ്പയറി ഡേറ്റ് മാത്രം നമുക്ക് ഇട്ടാൽ മതിയാകും. ഈ 60 ദിവസവും നമുക്കിതിന് നന്നായിട്ട് ഒരു കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇത് മാർക്കറ്റ് ചെയ്യേണ്ട രീതി, എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരിക, എത്ര രൂപ വരെ നമുക്ക് അതിന് റേറ്റ് വാങ്ങാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റെസിപ്പി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവൂ. ഞാൻ വളരെ വേഗം പറഞ്ഞു പോവുകയും ചെയ്യും. കാരണം ഇത് ഞാൻ ഒരു ഇടത്ത് വിശദീകരിച്ചൊന്നും പറയുന്നില്ല. ഈ ഒരു റെസിപ്പി വളരെ വേഗം പറഞ്ഞു പോയി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടന്ന് നമുക്ക് ഈ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. ഇത് കാട വളർത്തുന്ന ആളുകൾക്കും കാട വളർത്തൽ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഇത് നല്ല രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടുകൾ പൂർണ്ണമായിട്ടും എന്നോടൊപ്പം ഉണ്ടാകുക. എന്നാൽ മാത്രമേ ഇത്തരം നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാനുള്ള ഒരു ഊർജ്ജം എനിക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ട സാധനം, നമുക്ക് ഒരു 50 കാടമുട്ട വേണം. ഒരു 50 കാടമുട്ട പുഴുങ്ങിയതാണ് നമ്മൾ ഇരിക്കുന്നത്. നന്നായിട്ട് പുഴുങ്ങിയെടുത്ത ഒരു 50 കാടമുട്ട. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് നമുക്ക് വെളുത്തുള്ളി നമ്മൾ ചതച്ച് എടുക്കണം. ഇഞ്ചി നമ്മൾ ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് ഒരു പച്ചമുളക് ചതച്ചെടുക്കണം. ഇതെല്ലാം 100 ഗ്രാം വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 50 കാടമുട്ടയ്ക്ക് 100 ഗ്രാം വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ വേണം, ഒരല്പം വെളിച്ചെണ്ണ വേണം. നമുക്കൊരു 100 ഗ്രാം മുളക് പൊടി വേണം, അല്പം മഞ്ഞൾപ്പൊടി വേണം, കടുക്, അതുപോലെ തന്നെ കായപ്പൊടി വേണം. പിന്നെ നല്ല ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ വേണം. ഇത് ഞാൻ സ്വർണ്ണം നല്ലെണ്ണയാണ്, ഒരു 100 ഗ്രാമിൻ്റെ ഒരു നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി നമുക്ക് ഒരു ലിറ്റർ വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 1 ലിറ്റർ വിനാഗിരി മതിയാകും. നമുക്ക് 1 ലിറ്റർ വിനാഗിരി എടുത്തു. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം ഈ മുട്ട നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നമുക്കതിന് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിക്കകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രൈ ആക്കാം. നമ്മളിപ്പോൾ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഇത് ഏകദേശം നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഈ മുട്ട ഒന്ന് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് മുട്ട ഒന്ന് ഇട്ട് കൊടുത്ത് അതിനുശേഷം നമുക്കൊരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇത് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള വെള്ളമയം പൂർണ്ണമായിട്ടും പോകണം. ഈ മുട്ടയ്ക്കകത്തുള്ള വെള്ളമയം പൂർണ്ണമായിട്ടും പോകണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് പ്രയോജനം ചെയ്യൂ. ഇതിനകത്ത് നമ്മൾ വെള്ളത്തിൻ്റെ ഒരു അല്പം പോലും ഈ അച്ചാറിനകത്ത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നതും. ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് ഇത് നല്ല രീതിയിൽ ഒരു മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ട നമ്മൾ ഇങ്ങനെ ഫ്രൈ ആക്കുന്നത്. ഓക്കെ, ഇതിപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഫ്രൈ നമ്മൾ ഒന്ന് മാറ്റുക, ഒരു നല്ലൊക്കെ പാടും. ഇനി നമുക്ക് അടുത്ത കുറേ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. നമുക്ക് ആദ്യം കുറച്ച് കടുക് ഇതിനകത്തോട്ട് ഇടാം.
അതിനുശേഷം കുറച്ച് ഉലുവാപ്പൊടി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് നമുക്ക് ഓരോന്നോട്ട് ഇടാം. ഇതിപ്പോൾ നമുക്ക് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റുക. എന്ന് പറയുമ്പോൾ വെറും ഈസിയായിട്ട് കണക്കാക്കരുത്. ഇത് നമ്മൾ വലിയതായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഇതിൻ്റെ വെള്ളമയം പൂർണ്ണമായിട്ട് മാറുന്നത് വരെ നമ്മളിത് വരട്ടിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കുക. തീ കുറച്ച് വെച്ചാൽ മതി. ഇനി എന്നിട്ട് എപ്പോഴും ഇളക്കി കൊടുക്കണം. ഇത് അടുക്കി പിടിക്കരുത്. ഇനി നമുക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ മുളക് പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇതിനകത്തോട്ട് ഇടുക. നന്നായിട്ടിത് വറുത്തെടുക്കണം. മുളക് പൊടി നന്നായിട്ട്. അതിനുശേഷം നമുക്ക് ഈ നല്ലെണ്ണ ഈ 100 ഗ്രാമും ഇതിനകത്തോട്ട് ഒഴിച്ചേക്കുക. 100 ഗ്രാം നല്ലെണ്ണയും ഇതിനകത്തോട്ട് ഒഴിച്ചേക്കുക ഫുള്ളായിട്ട്. ഇതിപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിൽ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഇടേണ്ട കായപ്പൊടിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതിനകത്ത് കായപ്പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഒരല്പം ഉപ്പിടുക. ഇതിനകത്ത് ഇനി വെള്ളമല്ല ഒഴിക്കേണ്ടത്. നമുക്ക് ഇതിനകത്ത് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. വെള്ളം ഒരു കാരണവശാലും ഇതിനകത്ത് ഒഴിക്കരുത്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ ഇതൊരു കുറുകി വരും നന്നായിട്ട്. ഇന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം നമ്മൾ നന്നായിട്ട് തിളച്ച് നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നന്നായിട്ട് ഈ തിളച്ചതിനകത്തോട്ട് നമ്മൾ ഈ മുട്ട ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് നല്ല പാക്കറ്റിനകത്താക്കി നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാം. ഞാൻ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പാക്ക് ചെയ്യുന്ന രീതിയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കാടമുട്ട അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു. കാടമുട്ട അച്ചാർ നമുക്ക് എന്ത് വിലയ്ക്ക് വിൽക്കാൻ കഴിയും? ഇതാണ് നമ്മളൊന്ന് നോക്കണം. കാടമുട്ട അച്ചാർ എന്ന് പറഞ്ഞാൽ വളരെയധികം ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മളിപ്പോൾ ആമസോണിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 400 സംതിങ് രൂപയാണ് ഇപ്പോൾ 100 ഗ്രാമിന് അവർ വാങ്ങുന്നത്. 400 സംതിങ് രൂപ ഒരു 100 ഗ്രാമിന് വാങ്ങുക എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു വില നമ്മളെടുക്കുന്നത്. നമ്മളിപ്പോൾ ഇത് പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിത് പാക്ക് ചെയ്തത് നമ്മൾ ഈ ഒരു രീതിയിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ പാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കിട്ടുന്ന ചെറിയ കണ്ടെയ്നർ, ഈ കണ്ടെയ്നർ നമ്മൾ സാധാരണ കിട്ടുന്ന ഈ കണ്ടെയ്നറിനകത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചെറിയ പാക്കറ്റ്. ഇതിപ്പോൾ 1/2 കിലോ, ഇതിപ്പം 400 ഗ്രാമും ഇതിപ്പോൾ 200 ഗ്രാമുമാണ്. 200 ഗ്രാം, ഇത് 400 ഗ്രാം. ഇത് നമുക്ക് എങ്ങനെ പോയാലും ഒരു 180 രൂപ 200 രൂപയ്ക്ക് നമുക്ക് വിൽക്കാം, ഏറ്റവും കുറഞ്ഞത്. മറ്റേത് നമുക്ക് ആമസോണിൽ നമുക്ക് 100 ഗ്രാമിന് 400 സംതിങ് രൂപയാണ്. പക്ഷേ ഇത് നമുക്ക് 200 രൂപ 150 രൂപയ്ക്ക് വിൽക്കാനും മതി. നമുക്ക് ഇതിനകത്തൊരു 15 മുട്ടയുണ്ട്. 15 മുട്ടയും അതിൻ്റെ ഗ്രേവിയുമാണ് ഇത്. ഇത് നമുക്കൊരു 150 രൂപയ്ക്ക് വിൽക്കാം. ഇത് നമുക്ക് നമുക്ക് ഇതിനകത്തൊരു 8 മുട്ടയുണ്ട്. 8 മുട്ടയും ഗ്രേവിയുമാണ്. അപ്പം നമുക്കൊരു 80 രൂപയ്ക്ക് നമുക്ക് വിൽക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. ഇപ്പം നമുക്ക് നല്ല സിമ്പിളായിട്ട് പാക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് പാക്ക് ചെയ്ത് നമുക്ക് വിൽക്കാം. നമുക്കിതിൻ്റെ ശരിക്കും ഇത് നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമെങ്കിൽ, വിൽക്കാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് നമുക്ക് എടുക്കാം. കാരണം ഇത് സാധാരണ നമ്മൾ മുട്ട വിൽക്കാനൊക്കെ ഒരുപാട് പാടുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ ഇത് വീട്ടിൽ യാതൊരു ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർക്കുന്നില്ല. പക്ഷേ ഇത് ചീത്തയാകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചീത്തയാകാതിരിക്കാൻ ഇതിനകത്ത് ഒരു കാരണവശാലും നനവ് വരാൻ പാടില്ല. നല്ല ഉണങ്ങിയ തവി കൊണ്ട് മാത്രം ചെയ്യുക. ഒരു തുള്ളി പോലും വെള്ളം ഇതിനകത്ത് വീഴാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ. അവസാനം നമ്മളിത് നന്നായി ചെയ്തതിന് ശേഷം ഇത് പൂപ്പൽ പിടിക്കാതിരിക്കാൻ ഒരല്പം പഞ്ചസാരയും കൂടെ തന്നെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഉപ്പ് കറക്റ്റ് മതി. ഉപ്പ് അല്പം കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല, അച്ചാറല്ലേ. എങ്കിലും ഉപ്പ് കറക്റ്റായിട്ടൊക്കെ മതി. നമുക്ക് നന്നായിട്ട് ഇത് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്കിത് മറ്റൊരു വീഡിയോയുമായിട്ട്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.